ഹായ് വെൽക്കം ടു മാറ്റ്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കോമ്പറ്റേറ്റീവ് എക്സാമിലെ ഒരു ഇമ്പോർട്ടൻ്റ് ആസ്പെക്റ്റ് ആണ്, ദറ്റ് ഈസ് ഡൈസ്. എസ്പെഷ്യലി ഇത് ചോദിക്കുന്നത് റീസണിങ് പാർട്ടിലാണ്. SSC എക്സാം, RRB എക്സാം, അതുപോലെ തന്നെ ബാങ്ക് എക്സാമിലെല്ലാം ഇമ്പോർട്ടൻ്റ് ആയ ആസ്പെക്റ്റ് ആണ് ഡൈസ് എന്ന് പറയുന്നത്. ഡൈസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും ഫണ്ടമെന്റൽ ആയിട്ടൊരു ക്വസ്റ്റൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അഡ്വാൻസ്ഡ് ക്വസ്റ്റൻ അല്ല, ഏറ്റവും ഫണ്ടമെന്റൽ ആയ ക്വസ്റ്റൻ ആണ്. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് as a token of gratitude, please like to this particular video, share with your friends. ഇതല്ലാതെ വേറെ ഏതെങ്കിലും ഒരു ക്വസ്റ്റ്യൻ്റെ എക്സ്പ്ലനേഷൻ ആവശ്യമാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ കൂടി കമൻറ്റ് ചെയ്യുക. നമ്മുടെ ചാനൽ വേരിയസ് പ്ലേലിസ്റ്റ് അവൈലബിൾ ആണ്, റിലേറ്റഡ് വിത്ത് ക്ലാസ് 10, +1, +2 ഫിസിക്സ്, കെമിസ്ട്രി, മാത്തമാറ്റിക്സ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, ഇന്ത്യൻ പൊളിറ്റി, അഡ്വാൻസ്ഡ് കെമിസ്ട്രി ടോപ്പിക്സ് ആൻഡ് ജനറൽ ഇൻഫർമേഷൻ വീഡിയോസ് ആർ ഓൾസോ അവൈലബിൾ. Please share with your friends, relatives. So we'll go to the question. Question ഇങ്ങനെയാണ്, നമുക്ക് 4 ഡൈസ് തന്നിട്ടുണ്ട്. ഒരേ ഡൈയുടെ തന്നെ 4 വശങ്ങൾ, ഒരേ ഡൈയുടെ തന്നെ 4 രീതിയിലുള്ള റെപ്രസെൻറ്റേഷൻസ്. 3 വശങ്ങൾ വീതമാണ് തന്നിരിക്കുന്നത്. 2, 4, 5, 1, 5, 2, 1, 5, 6, 6, 5, 4. സോ നമുക്കറിയാം തന്നിരിക്കുന്നതിനകത്ത് 5 എന്ന് പറയുന്ന ഒരു സൈഡ് കോമൺ ആയിട്ട് എല്ലാ റെപ്രസെൻറ്റേഷനിലും ഉണ്ട്. സോ ഒന്നാമത്തേതിലുണ്ട്, രണ്ടാമത്തേതിലുമുണ്ട്, മൂന്നാമത്തേതിലുമുണ്ട്, നാലാമത്തേതിലുമുണ്ട്. സോ അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ആണ്. ദറ്റ് ഈസ് ദ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ദറ്റ് ക്യാൻ ബി ആസ്ക്ഡ് ഫ്രം ഡൈസ്. അതായത് ഇവിടെ നമുക്ക് മനസ്സിലാക്കാവുന്നത് 5യുടെ സൈഡിൽ ഒന്നെങ്കിൽ 2ഉം 4ഉം വരാം, അല്ലെങ്കിൽ 1ഉം 2ഉം വരാം, അല്ലെങ്കിൽ 1ഉം 6ഉം വരാം, അല്ലെങ്കിൽ 4ഉം 6ഉം വരാം. നമ്മൾ കണ്ടുപിടിക്കേണ്ടത് 2ന് ഓപ്പോസിറ്റ് ഏത് നമ്പർ ആയിരിക്കും വരുന്നത് എന്നുള്ളതാണ്. തന്നിരിക്കുന്ന ഇൻഫർമേഷൻ നമുക്ക് പറയാൻ പറ്റും. 5ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് സൈഡിൽ 2ഉം 4ഉം വരുന്നതുകൊണ്ട് 5ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരിക്കലും 2ഓ അല്ലെങ്കിൽ 4ഓ വരില്ല. 1ഉം 2ഉം വന്നിരിക്കുന്നത് കൊണ്ട് 5ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് ഒരിക്കലും 1ഓ 2ഓ വരില്ല. സൈഡിൽ 1ഉം 6ഉം വന്നിരിക്കുന്നത് കൊണ്ട് 5ന്റെ ഓപ്പോസിറ്റ് ഒരിക്കലും എന്ത് വരില്ല, 6ഉം വരില്ല. സോ ഒരു ഡൈസ് എന്ന് പറയുന്ന 1, 2, 3, 4, 5, 6 വരെയാണ് എഴുതിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെയാണെങ്കിൽ 5ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് വരുന്ന നമ്പർ എന്ന് പറയുന്നത് 3 ആയിരിക്കും. 5ന്റെ ഓപ്പോസിറ്റ് 3 കിട്ടി. ഇനി നമ്മൾ കൂടുതൽ റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന വേറെ നമ്പർ ഏതാ നോക്കാം. റിപ്പീറ്റ് ചെയ്തിരിക്കുന്ന ഒരു നമ്പർ ഉള്ളത് 1 ആണ്. ഇവിടെ 1 ഉണ്ട്, ഇവിടെയും 1 ഉണ്ട്. സോ 1ന്റെ അഡ്ജസ്റ്റന്റ് ആയിട്ട് 5ഉം 2ഉം വന്നിരിക്കുന്നത് കൊണ്ട് ഒരിക്കലും 1ന്റെ ഓപ്പോസിറ്റ് ആയിട്ട് 5 വരില്ല, അതുപോലെ തന്നെ 2 വരില്ല, അതുപോലെ തന്നെ 6 വരില്ല. 5ന്റെ ഓപ്പോസിറ്റ് 3 ആണ് നമ്മൾ കണ്ടുപിടിച്ചുകൊണ്ട് അതൊരിക്കലും 1ന് ഓപ്പോസിറ്റ് ആവില്ല, അപ്പൊ 3യും വരില്ല. പിന്നെ 1ന് ഓപ്പോസിറ്റ് എന്തേ പോസിബിലിറ്റി ഉള്ളൂ, പിന്നെ 1ന് ഓപ്പോസിറ്റ് വരുന്നത് 4 ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 5ന്റെ ഓപ്പോസിറ്റ് 3യും 1ന്റെ ഓപ്പോസിറ്റ് 4ഉം ആണെങ്കിൽ 2ന്റെ ഓപ്പോസിറ്റ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. കാരണം 1 മുതൽ 6 വരെ മാത്രമേ ഉള്ളൂ. അപ്പൊ 2ന് ഓപ്പോസിറ്റുള്ള നമ്പർ എന്ന് പറയുന്നത് 6 ആയിരിക്കും. സോ ഇതാണ് ഡൈസുമായി ബന്ധപ്പെട്ടുള്ള ഏറ്റവും സിംപ്ലസ്റ്റ് പ്രൊപ്പോസിഷൻ. സോ അതായത് തന്നിരിക്കുന്ന ഇമേജസിനകത്തെല്ലാം കോമൺ ആയിട്ട് ഒരു നമ്പർ ഉണ്ടെങ്കിൽ ആ നമ്പറിന് അഡ്ജസ്റ്റന്റ് ആയിട്ട് വരുന്ന നമ്പറുകൾ ഒരിക്കലും അതിന് ഓപ്പോസിറ്റ് വരില്ല എന്ന് കണ്ടുപിടിച്ച് ബാക്കിയുള്ള 6 സൈഡുകളെ നമുക്ക് സോൾവ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഹോപ്പ് എക്സ്പ്ലനേഷൻ ഈസ് ക്ലിയർ. നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ക്ലാരിഫിക്കേഷൻ ആവശ്യമാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കാം. ആസ് എ ടോക്കൺ ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ്, പ്ലീസ് ലൈക്ക് ടു ദിസ് പെർട്ടിക്കുലർ വീഡിയോ, ഷെയർ വിത്ത് യുവർ ഫ്രണ്ട്സ്, subscribe to our channel. Keep watching, keep learning. Thanks for watching. Bye.